അഗ്നിസാക്ഷി ഭാഗം 25. ജീപ്പിൽ നിന്നിറങ്ങി കാശിനാഥൻ അകത്തേക്ക് കയറി. മുറിയിലേക്ക് ചെന്നതും അവിടെ പാർവതിയെ കണ്ടില്ല. ഇവളിതെവിടെ പോയി? അവൻ കുറച്ച് സമയം അവിടെ നിന്നു. അടുക്കളയിൽ എന്തെങ്കിലും പണിയിലാകും. എന്തായാലും തനിക്കുള്ള ചായയുമായിട്ട് അവൾ വരുമല്ലോ. ഏതായാലും കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറ്റാം. അവൻ ടവലെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി അവൻ ചുറ്റും നോക്കി. അവിടെ എവിടെയും അവളെ കണ്ടില്ല. ഇവളിതെവിടെ പോയി? വേഷം മാറി അവൻ പുറത്തേക്ക് നടന്നു. ഹാളിലും മുറ്റത്തും അടുക്കളയിലുമൊന്നും അവളെ കണ്ടില്ല. അവൻ്റെ നെഞ്ചിടിപ്പേറി. ഇവളെവിടെ? ഇനി വീണ്ടും തന്നെ ഉപേക്ഷിച്ച് പോയോ? അവൻ ആകെ ഭയന്നു. വേഗം മുറിയിലേക്ക് ചെന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അവൻ ഫോൺ കയ്യിലെടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങിയതും പാർവതി മടക്കിയ തുണികളുമായി മുറിയിലേക്ക് വന്നു. അവളെ കണ്ടതും അവൻ ആശ്വാസമായി. അവൾ വസ്ത്രങ്ങൾ അലമാരയിൽ വെക്കവേ കാശ് പിന്നിലോട് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടിലോടെ തിരിഞ്ഞ് അവനെ നോക്കി. എന്താ ഇത് കണ്ണേട്ടാ? നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? എത്ര നേരമായി ഞാൻ വന്നിട്ടെന്ന് അറിയാമോ? നിന്നെ കാണാൻ ഞാൻ ആകെ പേടിച്ചു പോയി. പേടിക്കാനോ? എന്തിന്? അത് പിന്നെ നീ വീണ്ടും എന്നോട് പറയാതെ പോയോ എന്ന് വെച്ച്. അവളൊന്ന് നിശ്വസിച്ചു. ഒരു നാൾ നമ്മളെല്ലാവരും വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരല്ലേ കാശിയിട്ട? ആ സത്യം മനസ്സിൽ എന്നും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നഷ്ടപ്പെടലിൻ്റെ വേദന നമ്മൾ അറിയാതിരിക്കൂ. അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. അത് കേട്ടതും അവൻ നെറ്റിച്ചൊളിഞ്ഞു. നഷ്ടപ്പെടേണ്ട വേദനയോ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ സംശയത്തോട് ചോദിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടി. ഒന്നുമില്ല. ഒരിക്കൽ പരസ്പരം നഷ്ടപ്പെടുത്തിയവരല്ലേ നമ്മൾ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇനി ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല പാറു. മരണം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാക്കും. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ പാറു? എന്തിനാ നീ കരയുന്നത്? അവൻ അവളുടെ കവിളിൽ കൈത്തലും ചേർത്തുകൊണ്ട് ചോദിച്ചു. ഒന്നുമല്ല കാശിയേട്ട. സത്യം അറിയാതെ ഞാൻ കാശിയേട്ടന് ഒരുപാട് തെറ്റിദ്ധരിച്ചു. സംഭവിച്ചതെല്ലാം വീണ എന്നോട് പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് പകച്ചു. എല്ലാം അറിഞ്ഞപ്പോൾ നിനക്കെന്നോട് ദേഷ്യം തോന്നിയോ? ദേഷ്യമോ? എന്തിന്? എൻ്റെ കണ്ണട ചെയ്തതല്ലേ ശരി? ആരോരുമില്ലാത്ത അവൾക്ക് ഒരു ജീവിതം കൊടുത്തില്ല. സത്യത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് വരരുതായിരുന്നുവെന്ന് തോന്നിപ്പോയി എനിക്ക്. അത് കേട്ടിട്ടും അവൻ ഉള്ളൊന്ന് കിട്ടിങ്ങി. പെട്ടെന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. പാറു, നീ വന്നാലും ഇല്ലെങ്കിലും ഈ കാശിനാഥൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണിന് സ്ഥാനമുള്ളൂ. എൻ്റെ ഈ ശ്രീ പാർവതിക്ക്. വീണയെന്നല്ല, ഏത് അപ്സരസ് വന്നാലും എൻ്റെ മനസ്സ് മാറില്ല. അവൻ ഉറപ്പിച്ച് പറഞ്ഞു. പാറു നിസ്സഹായതയോടെ നിന്നു. കണ്ടിട്ട് വീട്, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അത് പറഞ്ഞ് അവൾ അകന്നു മാറി. പണിയൊക്കെ ഒതുക്കി വേഗം വരണം കേട്ടല്ലോ, ഞാൻ കാത്തിരിക്കും. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ വേഗം പുറത്തേക്ക് നടന്നു. ജോലിയൊക്കെ തീർത്ത് പാറു മുറിയിലേക്ക് വന്നു. കഥക് തുറന്ന് അകത്ത് കയറിയതും അവൾ ആകെ അമ്പരന്ന് പോയി. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മെത്ത, മുറിയിൽ മനം മയക്കുന്ന ഗന്ധം, അവിടെയായി കത്തിച്ചു വെച്ച മെഴുകുതിരികൾ, മേശമേൽ ഒരു പാത്രത്തിൽ അടുക്കി വെച്ച ഫ്രൂട്ട്സും ഒരു ഗ്ലാസ് പാലും. മുറിയിലെ ഇളം വെളിച്ചത്തിൽ അവൾ അകത്തേക്ക് പ്രവേശിച്ച് ചുറ്റും നോക്കി. പെട്ടെന്ന് പിന്നിൽ നിന്നും കഥ കടഞ്ഞതും അവൾ ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് സുന്ദരനായി തന്നെ നോക്കി ചിരിക്കുന്ന കാശിനാഥനെ കണ്ട് അവൾ വാ പൊളിച്ചു. അവൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ ആകെ പകച്ചു. എന്ത് കണ്ടിട്ട് ഇതൊക്കെ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? അത് പിന്നെ അവളൊന്ന് പതറി. അവൻ പതിയെ അവളുടെ അരികിലേക്ക് വന്നു. അവൻ്റെ ഉടലോട് ചേർന്ന് നിൽക്കവേ അവൾ പകച്ചു പോയി. അവൾക്ക് ഉടലാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി. പാറു, നീ പറയാറില്ലേ ഒരു പൗർണമി നാളിൽ എനിക്ക് നിന്നെ സ്വന്തമാകണമെന്ന്? ഇന്ന് പൗർണമിയാണ്. നമ്മുടെ കൂടിച്ചേരലിനായി നിശ്ചയിച്ച ദിവസം.
അവളൊന്ന് ഞെട്ടി. എന്തോ പറയണേ അവൾ തിരിഞ്ഞതും അവൻ്റെ മുഖം കൊണ്ട് അവൾ മൗനമായി. ആ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം കുനിച്ച് നിൽക്കവേ അവൻ പതിയെ അവളുടെ താടിയിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. നിൻ്റെ ഈ മുഖത്തിന് ഞാൻ ഒട്ടും ചേരുന്നില്ല പെണ്ണെ. നിനക്ക് ആ കുറുമ്പ് തന്നെയാണ് നല്ലത്. അതും പറഞ്ഞ് അവൻ ചിരിച്ചു. അവൾ ചുണ്ടിയോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. ഈ കാത്തിരിപ്പ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാടി, അവൻ അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. അവളൊന്ന് പകച്ചുകൊണ്ട് അവനെ നോക്കി. അത് കണ്ണേട്ടാ. അവൾ ലജ്ജയോടെ മുഖം കുനിച്ച് നിന്നു. അവൻ ചിരിയോടെ അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നെറ്റിയിലൂടെ താഴേക്ക് നീക്കി. കണ്ണെ. അവൾ വിളിക്കാനൊരുങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവൾ ഒന്ന് മേലേക്ക് ഉയർന്നതും ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പതിയെ അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം അമർത്തി. കണ്ണേട്ട വേണ്ട. അവൾ അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ കൂടുതൽ ശക്തിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി പതിയെ അവളിലേക്ക് പടർന്നു കയറി. തൻ്റെ പ്രാണനായവൻ്റെ സ്വന്തമാകുന്നതിൻ്റെ സന്തോഷത്തിൽ അവളും അവനെ ചേർത്ത് പിടിച്ചു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എപ്പോഴോ അവളുടെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകവേ തളർച്ചയോടെ അവൻ കട്ടിലിലേക്ക് കിടന്നു. പതിയെ തലചരിച്ച് തൻ്റെ അരികിൽ കിടക്കുന്നവളെ നോക്കി. നേരത്തെ പുഞ്ചിരിയോടെ അവൾ അവൻ്റെ അരികിലേക്ക് വരവേ അവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. വലം കൈയാൽ അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ എന്തോ ചിന്തയിലാണ്ടു. പാറു, നീ എന്താ ഒന്നും ഇടാത്തെ? അത് കണ്ണേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കണ്ണേട്ടൻ അനുസരിക്കുമോ? എന്താ അത്? വീണ അവളൊരു പാവമല്ലേ? പാവം. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഒരുപാട് അനുഭവിച്ചു. ഒരു പെണ്ണിനെ താങ്ങാവുന്നതിനപ്പുറം ഇതുവരെ കണ്ണീരല്ലാതെ നല്ലതൊന്നും അവളുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇനി അങ്ങനെ പാടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം വേണം. അവൾ പറയുന്നത് കേട്ട് അവൻ അമ്പരപ്പോടെ എഴുന്നേറ്റ് അവൾ നോക്കി. നീ എന്താ പറഞ്ഞു വരുന്നത് പാറു? അത് കണ്ണേട്ടനെല്ലാം മറന്ന് അവളെ ഭാര്യയെ സ്വീകരിക്കണം. നിങ്ങളെല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ സന്തോഷത്തോടെ കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. പാറു, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊരിക്കലും അവൾ എൻ്റെ ഭാര്യയെ കാണാൻ കഴിയുന്നില്ല പാറു. പിന്നെ എന്തിനാ അവൾ വിവാഹം കഴിച്ചത്? എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവളെ സ്വീകരിക്കാൻ ആരെങ്കിലും വരുന്നത് വരെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് സംരക്ഷിക്കാമായിരുന്നില്ലേ അവളെ? എന്തിനാ അവളുടെ കഴുത്ത് താലി ചാർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയാക്കി വേഷം കെട്ടിച്ചു? അവളൊരു പെണ്ണാണ്. അവളിലും സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടാകും. ഭർത്താവിൻ്റെ നെഞ്ചിൽ തലവെച്ച് അവളുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയാൻ, അവൻ്റെ ചൂടേറ്റ് ചാഞ്ഞുറങ്ങാൻ, ഏത് പ്രതിസന്ധിയിലും താങ്ങായി ഞാനുണ്ട് കൂടെ എന്നെ അർത്ഥത്തോടെയുള്ള ചേർത്ത് പിടിക്കലിനെ. പാവമാണ് അവൾ. അവളെ വേദനിപ്പിക്കരുത്. ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. പാറു, എന്നെ നീ ഒന്ന് മനസ്സിലാക്കി. അപ്പോഴത്തെ സാഹചര്യത്തിന് എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. അവളുടെ ജീവിത തകർത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നല്ല എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെയൊക്കെ കാശിട്ട് അവളെ ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തി അവൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. പാറു, അത് എൻ്റെ ഉണ്ണിക്കുട്ടൻ. അവളൊന്ന് പുഞ്ചിരിച്ചു. ഒരച്ഛൻ്റെ മനസ്സാണിത്. തൻ്റേതല്ലെങ്കിൽ കൂടി കണ്ണേട്ടനെ ആദ്യമായി അച്ഛൻ എന്ന് വിളിച്ചത് അവനാണ്. അവനെ നഷ്ടപ്പെടുത്താൻ കണ്ണേട്ടന് ഒരിക്കലും കഴിയില്ല. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. പോകേണ്ടവൾ ഞാനാണ്. അത് കേട്ടതും അവൻ ഞെട്ടി. പോകാനോ? എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ. ഈ ഭൂമി ആരുടെയും സ്വന്തമല്ലല്ലോ. ചെറുപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അത് കേട്ടതും അവന് ദേഷ്യം വന്നു.
അവൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. അങ്ങനെ പോകാൻ നിന്നെ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ എവിടേക്കും പോകാൻ ഞാൻ അനുവദിക്കില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ന് നീ എനിക്ക് സ്വന്തമാണ്. എന്തൊക്കെ വന്നാലും ശരി, ഈ കാശിനാഥിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ. അത് ശ്രീപാർവതി മാത്രമാണ്. നീ ഇല്ലെങ്കിൽ ഈ കാശിനാഥനുമില്ല. ഇനിയൊരിക്കലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഞാൻ. അതും പറഞ്ഞു അവൻ അവളെ തെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുറ്റിപ്പിടിച്ചു. അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പോണം കാശിയേട്ടാ, പോകേണ്ടവൾ തന്നെയാണ് ഞാൻ. ഈ ശ്രീപാർവതി ഇന്നല്ലെങ്കിൽ നാളെ തന്നെ കൊണ്ടുപോകാൻ അവൻ വരും, അവൾ മനസ്സിൽ പറഞ്ഞു. കാലത്ത് വരാതിയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു കാശി. അപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. കാശി സംശയത്തോടെ എഴുന്നേറ്റ് നോക്കി. കാറിൽ നിന്ന് ഒരു 55 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഗൗണം ധരിച്ച പരിഷ്കാരിയായ ഒരു സ്ത്രീ. കാശി കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. ഈ സമയം കാശിക്കുള്ള ചായയുമായി വന്ന ശ്രീപാർവതി അവൻ്റെ അരികിലെത്തി. കണ്ണേട്ടാ, ഇത് ചായ, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവൻ മുറ്റത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത്. അവളും അവിടേക്ക് നോക്കി. കാറിൽ നിന്നും ഇറങ്ങിയ സ്ത്രീ കൂളിംഗ് ഗ്ലാസ് മാറ്റിയതും ശ്രീപാർവതി ഞെട്ടിപ്പോയി. അവളുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് താഴേക്ക് വീണു. തുടരും.